മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ സുജാതയുടെയും ജി സുധാകരന്റെ ബന്ധു കൂടിയായ അഡ്വക്കേറ്റ് ഹരിശങ്കറിന്റെയും ഈ സന്ദർശനം എത്രത്തോളം ഫലം കാണും എന്നതിൽ സംബന്ധിച്ച് അവ്യക്തത നിലനിൽക്കുകയാണ്. എന്തുതന്നെയായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം പരമാവധി ജി സുധാകരനെ ഇപ്പോൾ അനുനയിപ്പിച്ച് കൂടെ നിർത്തേണ്ട ഒരു ആവശ്യകത അവർക്കുണ്ട്. അതിനുവേണ്ടിയുള്ള പരമാവധി ശ്രമം CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. നാളെ മുഖ്യമന്ത്രി പിണറായി വിജയനും ആലപ്പുഴ ജില്ലയിലുണ്ട്. നാളെ പിണറായി ഏതെങ്കിലും തരത്തിൽ അനുനയിപ്പിക്കാനുള്ള ശ്രമവുമായി എത്തുമോ എന്നതും നമുക്ക് നോക്കി കാണേണ്ടതാണ്. അമൽ. അത് തന്നെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണ്. CPM മുതിർന്ന നേതാവ് ജി സുധാകരൻ പാർട്ടി വിടുമെന്ന അഭ്യൂഹം നിലനിൽക്കുന്നത്. പാർട്ടി അംഗത്വം പുതുക്കാനില്ലെന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുന്നത്. പക്ഷേ അണിനീക്കം തുടരുകയാണ് CPM നേതാക്കൾ. പക്ഷേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ജി സുധാകരൻ എന്നാണ് ആലപ്പുഴയിൽ നിന്നും സുധീഷ് ഗോപാൽ റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. PK ശശിക്കെതിരെ പാലക്കാട്ടെ CPM നേതാക്കൾ. ശശിക്കൊപ്പം നിൽക്കാത്തവർക്കെതിരെ അപവാദം പ്രചരിപ്പിച്ച് ഇല്ലാതാക്കുമെന്ന് CPM ജില്ലാ സെക്രട്ടറി അംഗം വി ചെന്താമരാക്ഷൻ പറഞ്ഞു. പീഡനവീതനെ വിശുദ്ധനാക്കാൻ UDF ശ്രമിക്കുന്നതായി CPM ശ്രീകൃഷ്ണപുരം ഏരിയ സെക്രട്ടറിയും പറഞ്ഞു. അതിനിടെ ശശിക്ക് വ്യക്തികേന്ദ്രിതമായ താല്പര്യമാണെന്നും CPM-ന്റെ സെക്രട്ടറിമാർ മാറുമ്പോൾ പാർട്ടി സമ്പ്രദായം മാറില്ലെന്നും കൃഷ്ണദാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. ശശിയുടെ അഭിപ്രായം അങ്ങനെയാവും. പക്ഷേ പാർട്ടിയുടെ സമ്പ്രദായങ്ങളുണ്ടല്ലോ. പാർട്ടി ഏറ്റവും കൂടുതൽ അവസരങ്ങൾ കൊടുത്ത ഈ ജില്ലയിലെ നേതാക്കളിൽ ഒരാൾ PK ശശിയാണ്. ഇത്രയധികം ലാളനയും പിന്തുണയും പ്രോത്സാഹനവും പാർട്ടിയിൽ നിന്ന് കിട്ടിയ മറ്റേതെങ്കിലും ഒരു നേതാവ് ഈ ജില്ലയിൽ ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ശശിയുടെ പരാതികൾ ഉണ്ടാവും. പാർട്ടിയുടെ രീതിയും സമ്പ്രദായവും അനുസരിച്ചേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ അവധാനതയോടുകൂടിയാണ് ഇത്തരം കാര്യങ്ങളെയൊക്കെ സമീപിച്ചത്. മിതമായ ലാളിന് കിട്ടിയതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ശശി പിന്നീട് പാർട്ടിക്കെതിരായി മാറാൻ ഇടവന്നത് എന്ന് കരുതേണ്ടി വരും. ഇത്ര അധികം ലാളന കിട്ടിയ ഒരു നേതാവ് പാലക്കാട് ജില്ലയിൽ വേറെ ഒരു നേതാവ് ഉണ്ടാവില്ല പാർട്ടിക്ക്. വിവരങ്ങളുമായി അരുൺ ആലത്തൂരുണ്ട്. അരുൺ, ഇന്നലെ നമ്മൾ കണ്ടതാണ് ഒരു വിമതവേദിയിൽ പ്രസംഗിക്കുമ്പോൾ CPM-നെതിരെ രൂക്ഷ വിമർശനമാണ് PK ശശി ഉന്നയിച്ചത്. അതിനു പിന്നാലെ ഇന്ന് നേരം പുലരുമ്പോഴേക്കും ശശിക്കെതിരെ കടുത്ത സൈബർ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. PK ശശിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു വരെ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ച CPM നേതാക്കളുണ്ട്. അത്തരത്തിൽ ഇത്രയും നാൾ പാർട്ടിയിൽ നിന്നപ്പോൾ ഇല്ലായിരുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ പാർട്ടിക്കെതിരെ നിന്നപ്പോൾ ഉയരുന്നു. പാർട്ടിക്ക് പുറത്താക്കിയപ്പോൾ ഇത്തരത്തിൽ നേതാക്കൾ പ്രതികരിക്കുന്നു. നിലവിൽ എന്താണ് സംഭവിക്കുന്നത് അരുൺ? തീർച്ചയായിട്ടും PK ശശിക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണം തന്നെയാണ് CPM നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. അതിൽ തന്നെ പ്രധാനമായിട്ടും ശശി പീഡന വീരനാണ് എന്നുൾപ്പെടെയുള്ള വിമർശനങ്ങൾ CPM-ന്റെയും DYFI പീഡന വീരനാണ് എന്നുൾപ്പെടെയുള്ള വിമർശനങ്ങൾ CPM-ന്റെയും DYFI-യുടെയും ഒക്കെ നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്. DYFI-യുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള റിയാസുദ്ദീൻ ഫേസ്ബുക്കിൽ പറയുന്നത് PK ശശി മുൻപ് PK ശശിയെയും മറ്റൊരു സ്ത്രീയെയും കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ പാർട്ടി ഓഫീസിൽ വെച്ച് കണ്ടു എന്നും പിന്നീട് അതിൽ മനംനൊന്ത് ആ യുവതിയുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതി വരെ ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലൊക്കെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ DYFI-യുടെ ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഒപ്പം DYFI-യുടെ ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള ജയദേവൻ PK ശശിക്ക് ആദരാഞ്ജലി അർപ്പിച്ചും മീതെ ചാഞ്ഞിരിക്കുന്നത് പൊന്നു കായ്ക്കുന്ന മരമാണെങ്കിലും വെട്ടി വീഴ്ത്തുക തന്നെ ചെയ്യുമെന്ന തരത്തിലുള്ള വധഭീഷണിയൊക്കെ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ചെന്താമരാക്ഷൻ, അതുപോലെ തന്നെ മണ്ണാർക്കാട്ടെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള NK നാരായണൻകുട്ടി ഉൾപ്പെടെയുള്ള ആളുകളും PK ശശിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. NK നാരായണൻകുട്ടി പറയുന്നത് PK ശശി പീഡന വീരനാണെന്നും PK ശശി പാർട്ടിയിൽ നിന്ന് പോയതോടെ പാർട്ടി ഓഫീസിലേക്ക് തറവാട്ടിൽ പടർന്ന സ്ത്രീകൾക്ക് വരാൻ പറ്റുന്ന സാഹചര്യം ഒരുങ്ങി. മുമ്പ് തറവാട്ടിൽ പടർന്ന സ്ത്രീകൾക്കാർക്കും പാർട്ടി ഓഫീസിലേക്ക് വരാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു ശശി ഉള്ളതുകൊണ്ട് ഉണ്ടായിരുന്നത് എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത്. മാത്രമല്ല CPM-ന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയായ EN സുരേഷ് ബാബു ഇനി ഈ PK ശശിയുടെ തീവ്രത VD സതീശനും കുഞ്ഞാലിക്കുട്ടിയും അളക്കട്ടെ എന്ന തരത്തിൽ ജില്ലാ സെക്രട്ടറിയായ EN സുരേഷ് ബാബുവിൻ്റെ ഭാഗത്തു നിന്നും പ്രതികരണമുണ്ടായി എന്നുള്ളതാണ്. ഏതായാലും നേരത്തെ ഇതേ ശശിയെ തന്നെ DYFI വനിതാ നേതാവിൻ്റെ ലൈംഗിക പീഡന ആരോപണ പരാതി ഉണ്ടായപ്പോൾ ചേർത്ത് പിടിച്ച പാർട്ടി ഇപ്പോൾ പാടെ തള്ളിപ്പറയുന്നു എന്നുള്ളൊരു കൗതുകരമായിട്ടുള്ള കാര്യം കൂടെയുണ്ട്. കാരണം DYFI വനിതാ നേതാവിൻ്റെ ലൈംഗിക പീഡന പരാതി ഉയർന്ന സമയത്ത് പാലക്കാട് കോട്ട മൈതാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു ശശിയെ ചേർത്ത് പിടിച്ചത്. പക്ഷേ ഇപ്പോൾ അതേ നേതാക്കൾ തന്നെ ശശിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്ന കാഴ്ചയുണ്ട് എന്നുള്ളത്
തന്നെയാണ്. ഏതായാലും ഈ പാർട്ടിക്കെതിരെ പറഞ്ഞ, പ്രത്യേകിച്ച് ജില്ലാ സെക്രട്ടറിക്കെതിരെ പറഞ്ഞ വിഷയങ്ങളിലൊക്കെ തെളിവുണ്ടെങ്കിൽ പുറത്തുവിടട്ടെ, തങ്ങൾ നിയമപരമായി മുന്നോട്ട് പോകുമെന്ന് ഉൾപ്പെടെയാണ് ഇപ്പോൾ CPM ഈ വിഷയത്തിൽ പറയുന്നത്. അതേസമയം തന്നെ കോൺഗ്രസ് ഈ PK ശശി ഒറ്റപ്പാലത്ത് സ്ഥാനാർത്ഥിയാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് മുൻപ് ശശിയെ പീഡനവീരൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോൺഗ്രസ് ഇപ്പോൾ ശശി പീഡനവീരനല്ല എന്നുള്ളൊരു നിലപാടിലേക്കും എത്തിയിരിക്കുന്ന സാഹചര്യമുണ്ട്. യെസ് അരുൺ, അത് തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്ത് CPMന്റെ ഒരു നിലപാട് കൂടി വ്യക്തമാവുകയാണ്. കാരണം സാമ്പത്തിക തട്ടിപ്പായിക്കോട്ടെ, പീഡനമായിക്കോട്ടെ, ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്ന നേതാക്കളെയെല്ലാം പാർട്ടിക്കുള്ളിൽ നിൽക്കുമ്പോൾ ചേർത്ത് പിടിക്കുകയും പാർട്ടി വിടുമ്പോൾ അല്ലെങ്കിൽ പാർട്ടിക്കെതിരെ സംസാരിക്കുമ്പോൾ അയാളെ വലിച്ചു കീറുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു അല്ലേ അരുൺ? തീർച്ചയായിട്ടും. കാരണം മുൻകാലങ്ങളിൽ നമുക്കറിയാം ഈ PK ശശിക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണയും CPM തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഇന്നിപ്പോൾ രാവിലെ മുതിർന്ന നേതാവ് NN കൃഷ്ണദാസ് പറഞ്ഞത് പാർട്ടിയിൽ നിന്ന് എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും ചേർത്ത് പിടിക്കലുകളും ഒക്കെ ശശിക്ക് നേരിട്ടിട്ടുണ്ട് എന്നുള്ള തരത്തിലായിരുന്നു അദ്ദേഹം പ്രതികരിച്ചിരുന്നത്. അത് വാസ്തവം തന്നെയായിരുന്നു. കാരണം DYFI വനിതാ നേതാവിൻ്റെ പീഡന പരാതി ഉയർന്ന സമയത്ത് ശശിയെ അന്ന് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തെങ്കിലും പിന്നീട് പൂർവാധികം ശക്തിയോടെ പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ആ പരാതി ഉന്നയിച്ച സ്ത്രീ അല്ലെങ്കിൽ യുവതി പിന്നീട് പാർട്ടിയിൽ യാതൊരു തരത്തിലും സ്ഥാനമാനങ്ങളോ മറ്റോ ഒന്നും ഇല്ലാതെ ഒതുക്കപ്പെട്ടുവെങ്കിൽ ശശി കൂടുതൽ പൂർവാധികം ശക്തിയോടെ തിരിച്ചെത്തിയെന്ന് മാത്രമല്ല, ശശിക്ക് KTDC ചെയർമാൻ ഉൾപ്പെടെയുള്ള സ്ഥാനമാനങ്ങളൊക്കെ പാർട്ടി നൽകുന്ന ഒരു സ്ഥിതിയുമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് പാർട്ടി ഫണ്ട് തിരിമറിയുമായി ബന്ധപ്പെട്ട പരാതികൾ ഉയർന്നപ്പോഴാണ് ശശിക്കെതിരെ നടപടികളും മറ്റും ഉണ്ടാകുന്നതും ശശിയെ ഒതുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതും. ഏതായാലും ഇപ്പോൾ അതേ ശശി തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്ത് എത്തിയിരിക്കുന്നു. ആ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം വിമത കൺവെൻഷനിൽ പങ്കെടുത്ത് വളരെ നിശിതമായ വിമർശനങ്ങൾ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്കും അതുപോലെ തന്നെ DYFI യൂത്ത് സെൻറ്ററിൽ കഞ്ചാവ് യുവാക്കൾക്ക് നൽകുന്നു എന്നുൾപ്പെടെയുള്ള ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പാലക്കാട്ടെ കാര്യങ്ങളിൽ കൃത്യമായി ഇടപെട്ടിട്ടില്ല എന്ന തരത്തിൽ പ്രതികരിക്കുന്നു. ആ സാഹചര്യത്തിൽ മാത്രമാണ് ശശിക്കെതിരെ ഇവർ രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഇത്രയും ദിവസം ഇപ്പോൾ ഈ പറയുന്ന CPMകാർ പറയുന്ന പീഡനവീരനാണെങ്കിൽ അതേ പീഡനവീരനായിട്ടുള്ള വ്യക്തിയെ തന്നെയായിരുന്നു ഇത്രയും കാലം ഇതേ പാർട്ടി ചേർത്ത് പിടിച്ചത് എന്നുള്ളൊരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും ഈ PK ശശിയെ സംബന്ധിച്ച് ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാലത്ത് ശശിയെ ചേർത്ത് പിടിച്ച് ശശി ചെയ്തിട്ടുള്ള കൊള്ളരുതായ്മകളെയൊക്കെ ന്യായീകരിച്ച് കൂടെ നിർത്തിയിട്ടുള്ള CPM ഇന്ന് ശശിയെ പാടെ തള്ളിയെന്ന് മാത്രമല്ല, ആ പീഡന കഥകളും മറ്റുമൊക്കെ ഇപ്പോൾ ഓരോ നേതാക്കളും ഫേസ്ബുക്കിലും മറ്റുമൊക്കെ പോസ്റ്റ് ചെയ്ത് അത്തരത്തിൽ ശശിക്കെതിരെ പ്രതികരിക്കാൻ മത്സരിക്കുന്ന കാഴ്ച ഒരു വശത്ത്. മറുവശത്താണെങ്കിൽ അന്ന് ശശിയെ വലിയ രീതിയിൽ പീഡനവീരൻ എന്നൊക്കെ വിശേഷിപ്പിച്ചിട്ടുള്ള കോൺഗ്രസ് ഇന്ന് അതേ ശശി ചെയ്ത പീഡനത്തെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ശശിയെ പാർട്ടിയിലേക്ക് തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം കോൺഗ്രസ് ഒരു വശത്ത് നടത്തുന്നു എന്നുള്ളതാണ്. യെസ്, വ്യക്തമാണ്. അരുൺ, PK ശശിക്കെതിരെ പാലക്കാട്ടെ CPM നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു പാലക്കാട് നിന്നും അരുൺ ആലത്തൂർ. സുഖോയ് 30 യുദ്ധവിമാനം തകർന്ന പൈലറ്റുമാർക്ക് വീരമൃത്യു. സ്ക്വാഡ്രൺ ലീഡർ അനൂജ്, ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് പൂർവേഷ് ദുരാർക്കർ എന്നിവരാണ് വീരമൃത്യു വരിച്ചത്. അസമിൽ പരിശീലന പറക്കലിനിടെ